ഓൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SCERT 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിലെ പാർട്ട് 1 ടെക്സ്റ്റ് ന്യൂ SCERT പുതിയ പാഠപുസ്തകം മാറിയതിൽ പാർട്ട് 1 ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയി. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇന്നിപ്പോൾ നമ്മൾ പാർട്ട് 2 ടെക്സ്റ്റിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇൻഡെക്സ് കാണാം. അതിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത്? 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ, അതായത് സെക്കൻഡ് വോളിയത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ, 6ാമത്തെ പാഠമായിട്ടുള്ള താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഹീറ്റ്, താപവും താപനിലയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് നേരെ ആ പാഠത്തിലോട്ട് പോകാം. അപ്പൊ താപം എന്താണ്? താപം ഇപ്പൊ നമുക്ക് ആലോചിക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു, ജലമുണ്ട്. ഈ ജലത്തെ ഞാൻ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. ഞാൻ തീ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ താപം കൊടുക്കുന്നുണ്ടല്ലേ, ആ വെള്ളത്തിലേക്ക് ഞാൻ താപം കൊടുക്കുന്നുണ്ടല്ലോ, ഹീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഹീറ്റ് കൊടുത്തു, ഞാൻ വെള്ളം ഓഫ് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ വെള്ളം കുറച്ച് തിളച്ചു കഴിയുമ്പോൾ ഈ വെള്ളം എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും അല്ലെ. അപ്പോൾ നേരത്തെ നമ്മുടെ വെള്ളം ദ്രാവകം എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അല്ലെ. നമ്മൾ താപം കൊടുത്തപ്പോഴത്തേക്കും അത് എന്തവസ്ഥയിലേക്ക് മാറി? വാതക രൂപത്തിലേക്ക് മാറി അല്ലെ. വാതക രൂപത്തിലേക്ക് എന്ത് ചെയ്തു? മാറി. ഓക്കെ, ഇനി ഞാൻ കുറച്ച് വെള്ളത്തിനെ എന്ത് ചെയ്തു? ഫ്രീസറിലേക്ക് വെച്ചു. ഫ്രീസറിലേക്ക് ഞാൻ വെള്ളത്തിനെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഐസായിട്ട് മാറും അല്ലെ, ഐസായിട്ട് മാറും. അവിടെ താപം എന്ത് ചെയ്തത്? താപം നഷ്ടപ്പെടുവാണ് ചെയ്തത് അല്ലെ. വെള്ളം നോർമൽ ആയിട്ടിരുന്നപ്പോൾ അതിനകത്ത് അടങ്ങിയിരുന്ന താപത്തിന്റെ അളവ് കൂടുതലാണ്. നമ്മൾ അതിനെ ഫ്രീസറിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ അതിന് താപം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ താപത്തെ സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ വസ്തുക്കൾക്ക് ഒരവസ്ഥയിൽ നിന്നും മറ്റ് അവസ്ഥകളിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഖരവസ്തുവിന് ദ്രാവകമാകാൻ പറ്റും, ദ്രാവകത്തിന് വാതകമാകാൻ പറ്റും. ഇങ്ങനെ പദാർത്ഥത്തിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജമാണ് എന്തെന്ന് പറയുന്നത്? താപം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കാര്യം. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് എന്തെന്ന് പറയുന്നത്? താപം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഗ്യാസ് സ്റ്റൗവിൽ എന്ത് വെച്ചിട്ടുണ്ട്? പാത്രത്തില് വെള്ളം, അരി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഈ അരി വേകുന്നത്? ഈ അരി എങ്ങനെയാണ് വേകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റൗ കത്തിച്ചു കൊടുത്തു. അപ്പൊ സ്റ്റൗവിൽ തീനാളമുണ്ട്, അതിനകത്ത് താപമുണ്ട് അല്ലെ, താപമുണ്ട്. ഈ താപം എങ്ങോട്ടേക്ക് വരുന്നു? ഈ താപം പാത്രത്തിലേക്ക് വരുന്നു. ശരിയാണോ? ഈ താപം പാത്രത്തിലേക്ക് വരുന്നു. ഇനി അരി നമ്മൾ വേവിക്കുമ്പോൾ അവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും അല്ലെ. നമ്മൾ ആ പാത്രത്തിന് കിട്ടേക്ക് പോകുന്നു, ആ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ആ ജലത്തിലേക്ക് പോകുന്നു. ആ ജലത്തിൽ നിന്ന് ആണ് താപം എങ്ങോട്ടേക്ക് പോകുന്നത്? അരിയിലേക്ക് പോകുന്നത് അല്ലെ. അപ്പോ നോക്കുക, സ്റ്റൗവിന്റെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി അരിയിലെത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അരി വേകുന്നത്. അപ്പൊ താപത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും. എല്ലാ ഊർജങ്ങൾക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ പറ്റും അല്ലെ. അതുപോലെ താപം എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്, ഒരു ഊർജമാണ്. അതിനൊരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ശരി, ഇനി എങ്ങനെയാണ് ഈ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു, താപത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് കണ്ടു. എങ്ങനെയൊക്കെയാണ് ഈ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നതിനെ അല്ലെങ്കിൽ പ്രവഹിക്കുന്നതിനെ അല്ലെങ്കിൽ ഒഴുകുന്നതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് താപപ്രേഷണം. എന്താണ് വിളിക്കുന്നത്? താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് വിളിക്കും. താപപ്രേഷണം എന്നോ താപപ്രസരണം എന്നോ നമുക്ക് ഇതിനെ വിളിക്കാം. താപപ്രേഷണം അല്ലെങ്കിൽ താപപ്രസരണം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഇനി PSCയുടെ ഒരു ചോദ്യമാണ്, ചുവടെ തന്നിരിക്കുന്നവയിൽ താപപ്രേഷണ രീതികളിൽ ഉൾപ്പെടാത്തതേത് എന്നൊരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം, വേണ്ടേ? നമുക്ക് നോക്കാം. ചാലനം, അതുപോലെ സംവഹനം, പിന്നൊന്ന് വികിരണം. ഓക്കെ, ചാലനം, സംവഹനം, വികിരണം. ഈ 3 ഏതിൽ പെടുന്നത്? താപപ്രേഷണ രീതികളിൽ പെടുന്നത്. അപ്പോൾ PSC ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ചാലനം, സംവഹനം, വികിരണം, ബാഷ്പീകരണം എന്നൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് ചുവടെ പറയുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തതേത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ബാഷ്പീകരണമാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യണം? വിശദമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് പോകാം. അതിന് ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു
അലുമിനിയം കമ്പി എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ മെഴുക് ഉപയോഗിച്ചുകൊണ്ട് ഈ അലുമിനിയം കമ്പിയിലേക്ക് കുറെ മൊട്ടു സൂചികൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. മെഴുകിൽ ചൂടാക്കിയിട്ട് ആ മൊട്ടു സൂചി അലുമിനിയം കമ്പിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചു, ഒന്നിനു പുറകെ ഒന്നായിട്ട്. എന്നിട്ട് ഈ അലുമിനിയം കമ്പിയുടെ ഏതെങ്കിലും ഒരറ്റത്ത് ഞാനൊരു മെഴുകുതിരി കത്തിച്ച് കൊടുക്കുകയാണ്, താപം ഞാൻ കൊടുക്കുവാണ്. നമ്മൾ ഈ ഒരു അറ്റത്ത് താപം കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ മൊട്ടു സൂചികളും ഒരേപോലെ താഴേക്ക് വീഴുവോ? എല്ലാം നമ്മൾ മെഴുകു കൊണ്ടല്ലേ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ചൂട് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും താഴോട്ട് വീഴണം, വേണ്ടേ? പക്ഷെ എല്ലാ മൊട്ടു സൂചികളും ഒരുപോലെ ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യുവോ? താഴോട്ട് വീഴുവോ? ഇല്ല. ആദ്യം ഈ മെഴുകുതിരിയുടെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു സൂചിയായിരിക്കും താഴോട്ട് വീഴുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആള് വീഴും, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആള് വീഴും, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആള് വീഴും. അങ്ങനെയാണ് വീഴുന്നത്, അല്ലെ? അപ്പൊ പക്ഷെ നമ്മൾ ഈ ഒരു അറ്റത്ത് മാത്രമേ നമ്മൾ ചൂട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ മാത്രമേ ഞാൻ വരെയുള്ള ആ ഒരു മൊട്ടു സൂചികൾ എങ്ങനെയാണ് താഴേക്ക് വീണത്? അപ്പൊ ഈ അലുമിനിയം കമ്പിയുടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരു എൻഡിൽ ഞാൻ കൊടുത്ത താപം അത് കംപ്ലീറ്റ് ആയിട്ട് സഞ്ചരിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് വന്നതുകൊണ്ട് തന്നെയല്ലേ അവിടെ എല്ലാ മൊട്ടുസൂചികളും വീഴാനുള്ള കാരണം, അല്ലെ? അത് തന്നെയല്ലേ അതിന്റെ കാരണം. അപ്പൊ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവിടെ പ്രവഹിച്ചു, ശരിയാണോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവിടെ പ്രവഹിച്ചു. അലുമിനിയം കമ്പി എന്ന് പറയുമ്പോൾ എന്ത് തരം വസ്തുവാണ്? കട്ടിയുള്ള ഒരു ഖരവസ്തുവാണ്, അല്ലെ? ഖരവസ്തുവാണ്. ഇങ്ങനെ ഖരവസ്തുക്കളിലൂടെ ഇത്തരത്തിൽ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. എങ്ങനെയാണ് ഇത് പോകുന്നത്? അതായത് നമുക്കൊന്ന് നോക്കേ. ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടെ ഞാനിത് മായ്ക്കാണ്. ഓക്കെ, ഇവിടെ ചൂട് കൊടുത്തു. അപ്പൊ അവിടെയുള്ള തന്മാത്രകൾക്ക് ചൂട് കിട്ടും, അല്ലെ? എനർജി കിട്ടി, താപം കിട്ടി. താപം കിട്ടുമ്പോൾ അവന്മാർ അവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് എനർജി കിട്ടി കഴിയുമ്പോൾ ഉറപ്പായിട്ട് അവന്മാർ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? അവന്മാർ എന്ത് ചെയ്യും? ആ കിട്ടിയ ഊർജത്തിനെ എന്ത് ചെയ്യും? തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പൊ അങ്ങോട്ടേക്ക് ഊർജം എത്തിക്കഴിഞ്ഞു, അവിടെ ചൂടായി. ഇവന്മാര് വീണ്ടും അവന്മാർക്ക് എനർജി കിട്ടുകയാണ്. അവന്മാർ അത് തൊട്ടടുത്ത സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യുന്നു, അവന്മാർ അത് അടുത്ത സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇങ്ങനെ കൈമാറിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഖരവസ്തുക്കളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഞാൻ ചൂട് കൊടുത്തപ്പോൾ ഇവിടെ ഇരുന്ന തന്മാത്രകൾ ചൂടായി, അവന്മാർക്ക് എനർജി കിട്ടി, അല്ലെ? ഇവിടെ ഇരുന്ന തന്മാത്രകൾ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഇവിടുന്ന തന്മാത്രകൾ ഈ അറ്റത്ത് എത്തിയതാണോ? ഈ അറ്റത്തുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന തന്മാത്രകൾ ഇവിടെ നിന്ന് എണീറ്റ് സഞ്ചരിച്ച് ഈ അറ്റത്തോട്ട് എത്തിയതാണോ? ഒരിക്കലും അല്ല. അവന്മാര് എന്ത് ചെയ്യുന്നില്ല? ആ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. തൊട്ടടുത്ത ആൾക്കാരിലേക്ക് കൈമാറിയാണ് ആ താപം എന്ത് ചെയ്തത്? കംപ്ലീറ്റ് ആയിട്ട് പോയത്, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്മാത്രകളുടെ യഥാർത്ഥ വെരി വെരി ഇമ്പോർട്ടന്റ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം ഇല്ല ചാലനത്തിൽ. കൈമാറ്റം ചെയ്താണ് എന്ത് ചെയ്യുന്നത്? താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഇവിടെ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കൂ, ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ക്ലിയർ? ഇനി എല്ലാ വസ്തുക്കളിലൂടെയും ഇങ്ങനെ താപം ഒഴുകുവോ? ഇപ്പൊ ഞാനൊരു അലുമിനിയം കമ്പി എടുത്ത് ചൂടാക്കിയപ്പം അതിന്റെ ഒരു അറ്റത്തു നിന്ന് മറ്റൊരു അറ്റത്തേക്ക് ചൂട് കിട്ടി. അതേസമയം ഞാനൊരു തടിയാണ് എടുത്ത് ചൂടാക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ആ ചൂട് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോ താപത്തെ നന്നായി കടത്തി വിടുന്ന വസ്തുക്കളും ഉണ്ട്, താപത്തെ കടത്തി വിടാത്ത വസ്തുക്കളും ഉണ്ട്. ഇങ്ങനെ താപത്തെ നന്നായി കടത്തി വിടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കും. താപം നന്നായി കടത്തി വിടാത്ത വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കും? കുജാലകങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ താപത്തെ കടത്തി വിടുന്ന വസ്തുക്കൾ സുജാലകങ്ങളാണ്, താപത്തെ കടത്തി വിടാത്ത വസ്തുക്കൾ എന്താണ്? കുജാലകങ്ങൾ ആണ്. സുജാലകവും കുജാലകവും, കണ്ടക്ടറും ഇൻസുലേറ്ററും, അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടറും പുവർ കണ്ടക്ടറും എന്ന് പറയും. ഓക്കെ, ശരി. ഇനി നോക്കൂ, നമ്മുടെ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിൽ സുജാലകങ്ങളെയാണോ കുജാലകങ്ങളെയാണോ യൂസ് ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരെയും യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? ഇപ്പൊ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുജാലകമാണോ കുജാലകമാണോ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഉറപ്പായിട്ടും കുജാലകമല്ലേ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഈ നമ്മുടെ കുക്കറിന്റെ അല്ലെങ്കിൽ പാത്രങ്ങളുടെ ഒക്കെ പിടിയില്ലേ, ഹാൻഡിൽസ്, നമ്മൾ ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡിൽ, അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് കൊണ്ടാണ്. ബേക്ക് ലൈറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സാധനത്തെ കൊണ്ടാണ് കറുത്ത ആ ഒരു പിടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ?
അത് താപത്തെ കടത്തി വിടുന്നുണ്ടോ? ആ ഭാഗം ചൂടാകുമോ? ഒരിക്കലും ഇല്ല, ചൂടാകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ലിഡൊക്കെ എന്തെങ്കിലും പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മൂടി വെക്കാൻ ഉപയോഗിക്കുന്ന ലിഡിന്റെ ഏറ്റവും മുകളിൽ ഒരു കറുത്ത ഭാഗം ഉണ്ടാകും അല്ലെ? അവിടെയും ചൂട് കിട്ടത്തില്ലല്ലോ, നമുക്ക് എടുത്ത് സുഖമായിട്ട് വെക്കാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് എന്താണ്? കുജാലകങ്ങളെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മളൊരു തുണി പിടിച്ചിട്ടാണ് ഒരു വസ്തുവിനെ എടുക്കുന്നതെങ്കിലും ആ തുണി പിടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചൂട് പെട്ടെന്ന് ഒരു ലോഹത്തിൽ കൂടെ വരുന്ന അത്ര സുഖമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ചൂട് ആ തുണിയിൽ കൂടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ കുജാലകങ്ങളുടെ എക്സാമ്പിൾ ആണ്. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ്. കൈപ്പിടി നിർമ്മിക്കാൻ നമ്മൾ കുജാലകങ്ങളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുക? എന്താണ് ഉപയോഗിക്കുക? സുജാലകമല്ലേ? എന്നാലല്ലേ നമുക്ക് അത് അടുപ്പത്തോട്ട് വെക്കുമ്പോഴത്തേക്കും അതുവഴി നന്നായിട്ട് താപം, നമ്മൾ കൊടുക്കുന്ന താപം ആ പാത്രത്തിൽ എത്തിയാൽ മാത്രമേ അതിനകത്തിരിക്കുന്ന വസ്തു വേവത്തുള്ളൂ അല്ലെ? അപ്പൊ അവിടെ നമ്മൾ പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് സുജാലകങ്ങളെ ആണ്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ചാലനം എന്ന് പറയുന്ന ആദ്യത്തെ താപപ്രേഷണ രീതി കഴിഞ്ഞു. രണ്ടാമത്തെ താപപ്രേഷണത്തിലോട്ട് നമുക്ക് വരാം. രണ്ടാമത്തേത് സംവഹനമാണ്, കൺവെക്ഷൻ ആണ്. സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ നോക്കിയാലോ. നേരത്തെ ചാലനം ഖരപദാർത്ഥങ്ങളിലായിരുന്നുവെങ്കിൽ സംവഹനം നടക്കുന്നത് വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമാണ്. ഈ വാതകങ്ങളെയും ദ്രാവകങ്ങളെയും പൊതുവായിട്ട് നമ്മൾ എന്താണ് വിളിക്കുക? വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നമ്മൾ പൊതുവായിട്ട് ദ്രവങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ? ദ്രവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദ്രവങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ ദ്രവങ്ങളിലൂടെ അല്ലെങ്കിൽ ദ്രവങ്ങളിൽ നടക്കുന്ന താപപ്രേഷണ രീതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവഹനമാണ്, കൺവെക്ഷൻ ആണ്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനമാണ്, കൺവെക്ഷൻ ആണ്. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്ന് വിചാരിക്കുക. വെള്ളം ചൂടാക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. വെള്ളം ചൂടാക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. നിങ്ങൾ വെള്ളം തിളയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ുമ്പോൾ ഈ വെള്ളത്തിന്റെ ഈ പാത്രത്തിന്റെ ഏറ്റവും താഴെ ഇരിക്കുന്ന തന്മാത്രകൾ വേഗത്തിൽ ചൂടാകും. ശരിയാണോ? ഏറ്റവും താഴെ ഇരിക്കുന്ന തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? വേഗത്തിൽ ചൂടാകുന്നു. ഈ ചൂടായ തന്മാത്രകൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ചൂടായ തന്മാത്രകള് ഊർജത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവമാര് മുകളിലേക്ക് പോകും. അന്നേരം എന്ത് ചെയ്യും? ഈ മുകളിൽ ഇരിക്കുന്ന തന്മാത്രകൾ താരതമ്യേന തണുത്തിരിക്കുന്ന തന്മാത്രകളായിരിക്കില്ലേ? കാരണം പാത്രത്തിന്റെ ഏറ്റവും അടിയിരിക്കുന്ന തന്മാത്ര തീയുടെ തൊട്ടടുത്തിരിക്കുകയാണ്, പെട്ടെന്ന് ചൂടാവും, അവന്മാര് മേളിലോട്ട് പോകും. എന്നിട്ട് ഈ താഴെ ഇരിക്കുന്ന മുകളിൽ ഇരിക്കുന്ന തന്മാത്ര എന്ന് പറഞ്ഞാൽ അത്ര തന്മാത്രയാണ്. അവന്മാർ എന്ത് ചെയ്യുന്നറിയോ? അവന്മാര് താഴേക്ക് വരും. അപ്പോ താഴെയുള്ള ആള് മേളിലോട്ടും പോവും, മേളിലുണ്ടായിരുന്ന തന്മാത്രകൾ താഴോട്ടും വരും. ഇവിടെ തന്മാത്രകൾ യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയില്ലേ? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം ഇവിടെ ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായി. ഇങ്ങനെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന വെരി വെരി ഇമ്പോർട്ടന്റ്, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനത്തിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ക്ലിയർ? അപ്പോ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു കേസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ജലം തിളയ്ക്കുന്നതൊക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. സംവഹനത്തിന് വേറെ എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അതായത് കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ ഇല്ലേ? നമ്മൾ കടൽ തീരത്തൊക്കെ പോയിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് നമുക്ക് കിട്ടില്ലേ? അതിന് നമ്മൾ കടൽക്കാറ്റ് എന്നാണ് പറയാ. സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ട്. അപ്പൊ ഈ കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നിവയ്ക്ക് പിന്നിലുള്ള താപപ്രേഷണ രീതി ഏതാന്ന് ചോദിക്കുമ്പോൾ അതും സംവഹനമാണ്. നമുക്ക് അതിലോട്ട് വരാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് അടുത്ത താപപ്രേഷണത്തിലോട്ട് പോകണം, വികിരണത്തിലോട്ട് പോകണം. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഈ ഭൂമിക്ക് ചൂട് കിട്ടുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് ചൂട് കിട്ടുന്നത് അല്ലെ? നമ്മുടെ ഭൂമിക്ക് ഒരു അന്തരീക്ഷമുണ്ട്, വായു ഒക്കെയുള്ള നമ്മൾ താമസിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വായു ഒന്നും ഇല്ലല്ലോ, ശൂന്യമായിട്ടുള്ള സ്ഥലമാണല്ലോ, ശൂന്യാകാശമാണ്, ശൂന്യമായിട്ടുള്ള സ്ഥലമാണ്, വായു ഇല്ല. ഈ സൂര്യന്റെ താപം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പം ഈ ശൂന്യ സ്ഥലത്തുകൂടി കടന്നിട്ടാണ് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വന്ന് നമ്മുടെ ഭൂമിയിലേക്ക് ഈ ചൂട് വരുന്നത് അല്ലെ? അപ്പോൾ ഈ സൂര്യന്റെ ചൂട് ഭൂമിയിലേക്ക് എത്തുന്ന ആ സന്ദർഭത്തിൽ അവിടെ വായുരഹിതമായിട്ടൊരു സ്ഥലത്തൂടെ സൂര്യന്റെ ചൂട് വരുന്നുണ്ട്. അപ്പോ അവിടെ ഒരു മാധ്യമത്തിന്റെ സഹായമൊന്നും ഇല്ലാതെയാണ് ആ ചൂട് ഭൂമിയിലേക്ക് വന്നത് അല്ലെ? ഇത്തരത്തിൽ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് നമ്മൾ പറയുന്ന പേരാണ് വികിരണം. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? വികിരണം. ഓക്കെ, നമ്മുടെ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ശരാശരി ദൂരം എത്രയാ? ശരാശരി ദൂരം എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. അത് നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ?
15 കോടി കിലോമീറ്ററിന് നമ്മളൊരു പേര് പറയുമല്ലോ, ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും. എന്ത് പറയും? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ശരാശരി ദൂരത്തിനെയാണ് നമ്മൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ നോക്കൂ, സൂര്യനും ഭൂമിക്കും ഇടയിൽ ശൂന്യസ്ഥലമുണ്ട്. ഈ ശൂന്യസ്ഥലം 15 കോടിയോളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോ ആ ശൂന്യസ്ഥലത്തൂടെയാണ് താപം വരേണ്ടത്. ചാലനം കൊണ്ടോ സംവഹനം കൊണ്ടോ ഈ ചൂട് ഭൂമിയിലേക്ക് എത്തില്ല. അപ്പോ ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമമില്ല. അതുകൊണ്ട് ചാലന മുഖേനയോ സംവഹന മുഖേനയോ ചൂട് പ്രസരിക്കാൻ സാധിക്കില്ല. അതൊക്കെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. എന്തുകൊണ്ട് സൂര്യനിലെ ചൂട് ചാലന മുഖേനയോ സംവഹന മുഖേനയോ എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ സൂര്യനും ഭൂമിക്കും ഇടയിൽ മാധ്യമം ഇല്ല. നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് കടന്നാൽ മാത്രമേ അവിടെ വായുള്ളൂ. അതുവരേക്കും അവിടെ എന്തില്ല? മാധ്യമമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ചാലനം വഴിയോ സംവഹനം വഴിയോ ചൂട് താഴേക്ക് വരാത്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ചൂട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വികിരണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് വരുന്നത്. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ ഡയറക്ഷനിലേക്കും വികിരണം വഴി എന്ത് ചെയ്യുന്നുണ്ട്? താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കി വെച്ചിരിക്കുക. ഇരുണ്ടതോ പരുവരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപതിപ്പിക്കും, റിഫ്ലക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇരുണ്ട വസ്തുക്കളും പരുവരുത്ത വസ്തുക്കളെയും അപേക്ഷിച്ച് നല്ല വെളുത്ത വസ്തുക്കളോ അല്ലെങ്കിൽ മിനുസം അല്ല സ്മൂത്ത് ആയിട്ടുള്ള വസ്തുക്കളോ ഈ വികിരണം വഴി വരുന്ന താപത്തിനെ നന്നായിട്ട് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും, നന്നായിട്ട് പ്രതിപതിപ്പിക്കും എന്നുള്ള പോയിന്റ് ഓർമ്മിച്ചു വെക്കുക. വരുന്ന പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റായി ചോദിക്കാൻ വളരെ 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 സാധ്യതയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റും വ്യക്തമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, ശരി. അപ്പൊ അത് മനസ്സിലായി. ഇനി ഈ ഒരു വികിരണത്തിന്റെ എക്സാമ്പിൾസ് ഓർമ്മിച്ചു വെക്കണം. എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, കത്തുന്ന ബൾബിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് ചൂട് കിട്ടുന്നത്. ഓക്കെ, കത്തുന്ന ബൾബിന്റെ താഴെ നിൽക്കുമ്പോൾ ചൂട് കിട്ടുന്നത്. അതുപോലെ കത്തുന്ന അടുപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് കിട്ടുന്നത്. ഇതൊക്കെ എന്താണ്? വികിരണത്തിന്റെ എക്സാമ്പിളുകളാണ്. ഇനി PSC യുടെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്ന താപപ്രേഷണ രീതി. ഈ ഇൻക്യുബേറ്ററിൽ സംവഹനവും വികിരണവും വരുന്നുണ്ട്. പക്ഷെ PSC യുടെ ആൻസർ ഇതുവരെയും എന്താണ്? വികിരണമാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്ന താപപ്രേഷണ രീതി ഏതാന്ന് ചോദിക്കുമ്പോൾ വികിരണമാണ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ശരി. അപ്പൊ വികിരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇനി നമ്മുടെ ഹോട്ട് ബോക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോ നമുക്ക് ഇന്ധനം എങ്ങനെ ലാഭിക്കാം, ചൂട് നമുക്ക് എങ്ങനെ ഇങ്ങനെ പല രീതിയിൽ നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളതാണ് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. ചൂടാറാപ്പെട്ടി അല്ലെങ്കിൽ ഹോട്ട് ബോക്സ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ആഹാരം കൂടുതൽ സമയം ചൂടാറാതെ വെക്കാനും, അതുപോലെ നമ്മൾ പകുതിയൊക്കെ വെന്ത വസ്തുക്കൾ അരിയൊക്കെ ആണെങ്കിൽ നമ്മൾ തിളപ്പിച്ചിട്ട് ഈ ഹോട്ട് ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ധനം നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലെ. പിന്നെ നമുക്ക് ചൂട് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യും? അത് വെന്ത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇന്ധനം എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പാചക ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് ചൂടാറാപ്പെട്ടി അല്ലെങ്കിൽ ഹോട്ട് ബോക്സ്. എത്ര സമയം വരെ ഇതിനകത്ത് ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം? പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. 8 മണിക്കൂർ ഏകദേശം, ശരാശരിയാണ്, ആവറേജ് ആയിട്ട് ഒരു 8 മണിക്കൂർ വരെ എന്ത് ചെയ്യാൻ പറ്റും? ചൂട് നഷ്ടപ്പെടാതെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഏകദേശം അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി തെർമോകോൾ യൂസ് ചെയ്യും അല്ലെ. നമ്മൾ ചൂടാറാപ്പെട്ടി ഹോട്ട് ബോക്സിനകത്ത് തെർമോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. തെർമോകോള് താപത്തെ കടത്തി വിടുന്ന വസ്തുവാണോ കടത്തി വിടാത്ത വസ്തുവാണോ? കടത്തി വിടാത്ത വസ്തുവല്ലേ, അതൊരു കുജാലകമല്ലേ? കുജാലകമാണ് അല്ലെ. അപ്പൊ ഇതൊരു കുജാലകം ആയതുകൊണ്ട് തന്നെ ചാലനം വഴിയുള്ള താപനഷ്ടം എന്ത് ചെയ്യും? കുറയും. അതായത് ഇപ്പൊ ഒരു സുജാലകമാണെന്ന് വെക്കുക. ഇപ്പൊ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ വെച്ചു, ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചു. ഈ സ്റ്റീൽ പാത്രം എന്ന് പറഞ്ഞ എന്താണ്? ചാലകമാണ് അല്ലെ. നന്നായിട്ട് കടത്തി വിടുന്ന ആളാണ്, സുജാലകമാണ്. അപ്പൊ അതിനകത്തുള്ള ചൂട് പതുക്കെ എന്ത് ചെയ്യും? ഈ പുറത്തേക്ക്, ചാലനം വഴി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തെർമോകോൾ കൊണ്ട് നമ്മൾ അതിനെ ഒരു ബൗണ്ടറി തിരിച്ചു വെക്കുമ്പം ഈ തെർമോകോൾ കുജാലകം ആയതുകൊണ്ട് തന്നെ ചൂട് എന്ത് ചെയ്യില്ല? ചാലനം വഴി അവിടെ നഷ്ടപ്പെടുന്നില്ല. ഇനി ചൂടാറാപ്പെട്ടി നമ്മൾ അടച്ചു വെക്കുമല്ലോ ഹോട്ട് ബോക്സ് നല്ല ടൈറ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ സംവഹനം വഴിയുള്ള താപനഷ്ടം എന്ത് ചെയ്യും? അവിടെ കുറയും. ഇവിടെ സംവഹനമാണ്, എന്റെ തല മറിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല. സംവഹനം വഴിയുള്ള താപനഷ്ടം എന്ത് ചെയ്യും? അവിടെ കുറയും. അപ്പോൾ ചാലനം വഴി താപനഷ്ടം കുറയുന്നത് തെർമോകോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി സംവഹനം വഴി താപനഷ്ടം കുറയുന്നത് നമ്മളതിനെ അടച്ചു വെക്കുന്നത് കൊണ്ടാണ്. അതൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് കേട്ടോ.
അപ്പോൾ അതേ നമ്മൾ പഠിച്ചു. ഇനി താപീയ വികാസം അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഏതൊരു വസ്തുവാണെങ്കിലും താപം കിട്ടുന്ന സമയത്ത് വികസിക്കും, തണുപ്പിക്കുന്ന സമയത്ത് ചുരുങ്ങും, സങ്കോചിക്കും. ഇങ്ങനെ വസ്തുക്കൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ താപം കിട്ടുന്ന സമയത്ത് വികസിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? താപീയ വികാസം. ഓക്കെ, താപീയ വികാസം. നമുക്ക് നോക്കേ, ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു ബാറ്ററി, ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 അലുമിനിയം തകിടുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നന്നായിട്ട് നോക്കിക്കേ. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? 2 എണ്ണമാണ് അലുമിനിയം തകിടുകൾ, 1 എണ്ണമല്ല, 2 എണ്ണമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് അലുമിനിയം തകിടുകൾ ചേർത്തല്ല വെച്ചിരിക്കുന്നത്, വളരെ അടുത്തേക്കാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ ചേർത്ത് വെച്ചിട്ടില്ല. 7ാം ക്ലാസ്സിൽ തന്നെ വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടല്ലോ. കണ്ട ആൾക്കാർക്ക് അറിയാം, വൈദ്യുതി എപ്പോഴും കടന്നു പോകുന്നത് ഏത് സർക്യൂട്ടിലാണ്? അടഞ്ഞ സർക്യൂട്ടിലാണ്. ഇതുപോലെ അലുമിനിയം തകിടിനിടയിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് എന്ത് സർക്യൂട്ടാണ്? തുറന്ന സർക്യൂട്ടാണ് അല്ലെ? ആ ക്ലാസ് കാണാത്തവർ കാണുക, നമ്മൾ ഓൾറെഡി വൈദ്യുതിയുടെ ലോകം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ വെറുതെ ഈ 2 അലുമിനിയം ഒരു ബാറ്ററിയും ബൾബും കൊടുത്താൽ ആ ബൾബ് പ്രകാശിക്കുവോ? ഉറപ്പായിട്ടും ഇല്ലല്ലോ, പ്രകാശിക്കില്ല, കാരണം അത് തുറന്ന സർക്യൂട്ടാണ്. ഇനി ആ 2 അലുമിനിയം തകിടിന്റെ ഇടയിൽ ഞാനൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഓക്കെ, മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഈ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ താപം കിട്ടുവാണ്, ശരിയല്ലേടാ? താപം കിട്ടുവാണ് അല്ലെ? ഇങ്ങനെ താപം കിട്ടുന്ന സമയത്ത് ഈ വസ്തു ഉറപ്പായിട്ടും വികസിക്കുമല്ലോ. തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇത് വികസിക്കും അല്ലെ? ഇതിങ്ങനെ വികസിച്ചിട്ട് അത് തമ്മിൽ വളരെ അടുത്തല്ലേ വെച്ചേക്കുന്നത്. അപ്പൊ വികസിച്ചിട്ട് പതുക്കെ ഇതിങ്ങനെ ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കണക്ഷൻ വന്നല്ലോ, അത് അടഞ്ഞ സർക്യൂട്ട് ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അടഞ്ഞ സർക്യൂട്ട് ആകുമ്പോൾ അതിൽ കൂടെ കറണ്ട് കടന്നു പോകും, ബൾബ് പ്രകാശിക്കും. അപ്പം എന്തുകൊണ്ട് അവിടെ ബൾബ് പ്രകാശിച്ചു എന്ന് ചോദിച്ചാൽ വസ്തുക്കളുടെ താപീയ വികാസം കാരണമാണ് അവിടെ ബൾബ് എന്ത് ചെയ്തത്? ബൾബ് പ്രകാശിച്ചത്. ക്ലിയർ ആയി, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഓർമ്മിച്ചു വെക്കാം. ഇനി നിത്യജീവിതത്തിലെ താപീയ വികാസം. നമ്മുടെ നോർമലി നമുക്ക് ഡെയിലി ലൈഫിൽ താപീയ വികാസം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. ഈ നല്ല വേനൽക്കാലത്തൊക്കെ നല്ല മുറുക്കി കെട്ടിയ ഈ കമ്പിയൊക്കെ ഇല്ലേ, കമ്പിയൊക്കെ ഇങ്ങനെ അയഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണ്? അത് വികസിച്ചിട്ടാണ്. ഓക്കെ, അതിങ്ങനെ വികസിച്ചിട്ടാണ് കുറച്ചൊന്ന് ലൂസായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അതുപോലെ റെയിൽവേ ട്രാക്ക്, പാലം, ഇതിനകത്തൊക്കെ വിടവ് കൊടുത്തിരിക്കും അല്ലെ, ഇങ്ങനെ സ്പേസ് കൊടുത്തിരിക്കില്ലേ? അതിന്റെ കാരണം എന്താ? നമ്മൾ വിടവ് കൊടുക്കാതെ ചേർത്താണ്. അതായത് ഇപ്പൊ ഇങ്ങനെ 2 ട്രാക്കിൽ അതിനിടയിലുള്ള പോർഷൻ നമ്മളിങ്ങനെ ചേർത്താണ് നമ്മൾ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചൂട് കാരണം ഇത് വികസിക്കും അല്ലെ? ഇത് ഒത്തിരി വികസിക്കും, ഇത് ഒത്തിരി വികസിക്കും. അപ്പോൾ ഇവന്മാർ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. മറ്റേ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുമ്പോഴത്തേക്കും വികസിച്ചാലും ഇവന്മാർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്ന പ്രശ്നം അവിടെ വരുന്നില്ല. മുറുകി ഉറച്ചുപോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി ഊരിയെടുക്കുന്നു. നന്നായിട്ട് ഉറച്ചിരിക്കുന്ന പെൻ ക്യാപ്പ് എടുക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ അതൊന്ന് വികസിക്കും, നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. മുറുകിയ സ്റ്റീൽ പാത്രത്തിന്റെ അടപ്പ് ചൂടാക്കി തുറക്കുന്നു. നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല, മുറുകിയിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ അതൊന്ന് വികസിക്കും, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തുറക്കാനായിട്ട് പറ്റും. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒട്ടിപ്പോയ 2 സ്ഫടിക ഗ്ലാസുകൾ വേർപെടുത്താൻ ചൂടുവെള്ളം ഗ്ലാസിന് പുറത്ത് ഒഴിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരുന്നതിന് ചൂടുവെള്ളം പുറത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പുറത്തിരിക്കുന്ന ഗ്ലാസ് ഒന്ന് എക്സ്പാൻഡ് ആവും, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരി, ഇനി നമ്മൾ നേരെ പോകുന്നത് താപനിലയിലോട്ടാണ്. എടാ, താപവും താപനിലയും ഒന്നാണോ? ഒരിക്കലും അല്ല. താപവും താപനിലയും ഒന്നല്ല. താപവും താപനിലയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാര്യമായിട്ട് തന്നെ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിക്കാനുണ്ട്, അന്നേരം നമുക്ക് പഠിക്കാം. ഇതിപ്പോ നമ്മൾ 7ാം ക്ലാസ്സിലെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. അതായത് ഒരു വസ്തുവിൽ എത്രത്തോളം താപം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്ക്, ഒരു അളവിനെയാണ്, മെഷറിനെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത്. താപം എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ? താപനില എന്ന് പറയുന്നത് എത്ര താപം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ആ ഒരു അളവിനെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത്. ഓക്കെ, താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നിവ. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, കെൽവിൻ ഉണ്ട്. കെൽവിനെ പറ്റി 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറയുന്നില്ല, നമുക്കത് വഴിയെ പഠിക്കാം. അപ്പൊ പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, മറ്റൊന്ന് ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ് കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കുന്നതാണല്ലേ, നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനിലയൊക്കെ പറയാനും നമ്മൾ ഡിഗ്രി സെൽഷ്യസ് തന്നെയല്ലേ യൂസ് ചെയ്യാം. 35 ഡിഗ്രി സെൽഷ്യസ് ആണ്, 39 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. -10 ഡിഗ്രി സെൽഷ്യസ് ആണ് എവിടെയാണ് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലെ താപനില എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും ആണ് പ്രധാനമായിട്ടും താപനില അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ. കെൽവിൻ ഉണ്ട് കേട്ടോ, കെൽവിൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം. ഓക്കെ, ഈ താപനില അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? തെർമോമീറ്റർ അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോകുമ്പോൾ ഡോക്ടർ നമ്മുടെ
താപനില, ശരീരത്തിന്റെ ടെമ്പറേച്ചർ അളക്കുന്ന തെർമോമീറ്റർ വെച്ചിട്ടല്ലേ. ആ തെർമോമീറ്ററിനെ നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്നാണ് വിളിക്കുക. ക്ലിനിക്കൽ തെർമോമീറ്റർ ഹോസ്പിറ്റലിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ. ഇനി നമ്മൾ ലബോറട്ടറിയിൽ വസ്തുക്കളുടെയൊക്കെ ചൂട് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ ആണ് ലബോറട്ടറി തെർമോമീറ്റർ. ഓക്കെ, ലബോറട്ടറി തെർമോമീറ്റർ. ശരീര താപനില അളക്കാനാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചു. മനുഷ്യന്റെ സാധാരണ ശരീര താപനില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതല്ലെങ്കിൽ എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കെൽവിനിൽ പറഞ്ഞ 310 കെൽവിൻ ആട്ടോ വരിക. ഇത് ടെക്സ്റ്റിൽ എഴുതിയിട്ടില്ല. കെൽവിനിൽ പറഞ്ഞ 310 ആണ് വരുന്നത്. ഇതിൽ 3 ഉണ്ടാവും, 37, 98.6, 310 ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓർമ്മിച്ച് വെച്ചിരിക്കണം. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറിയാണ് കേട്ടോ. മെർക്കുറിയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ശരി. ഇനി ഒരു പരീക്ഷണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ മണലും എടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ചു കുറച്ച് സമയം. ഓക്കെ, 1 മണിക്കൂർ വെയിലത്ത് വെച്ചു എന്ന് വിചാരിക്കാം. എന്നിട്ട് അതിനെ എടുത്തിട്ട് ഈ രണ്ടിലും നമ്മൾ ഓരോ തെർമോമീറ്റർ വെക്കുകയാണ്. രണ്ടിലും ഓരോ തെർമോമീറ്റർ വെക്കുന്നു. ഓക്കെ, ഇതില് കൂടുതൽ ചൂടായത് വെള്ളമായിരിക്കുമോ അതോ മണലായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളത്തിലാണെങ്കിൽ ഇതുവരെയാണ് ആ ഒരു മെർക്കുറി ഉയർന്നു നിൽക്കുന്നത് അല്ലെ. ഇതിനകത്താണെങ്കിലോ ഇത് ഫുള്ളായിട്ട് ഉയർന്നു നിൽപ്പുണ്ട് അല്ലെ. അപ്പൊ കൂടുതൽ ചൂടായത് ഏതായിരിക്കും? ഉറപ്പായിട്ടും മണലായിരിക്കും കൂടുതൽ ചൂടായത്. ഓക്കെ, അപ്പോൾ ഓരോ വസ്തുക്കൾക്കും താപത്തെ താങ്ങി നിർത്താനുള്ള അല്ലെങ്കിൽ പിടിച്ചു വെക്കാനുള്ള കഴിവ് ഡിഫറെന്റ് ആണ്. ഓരോ വസ്തുക്കൾക്കും താപത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള കഴിവ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ മണലിനാണെങ്കിൽ അത്രയും പെട്ടെന്ന് താപത്തെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അതിന്റെ താപനില വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടിയത്. വെള്ളത്തിലാണെങ്കിലോ ഈ കിട്ടുന്ന ചൂടിനെ കൂടുതൽ പിടിച്ചു വെക്കാനായിട്ട് പറ്റും, കൂടുതൽ സമയത്തേക്ക് നിലനിർത്താൻ പറ്റും. പെട്ടെന്ന് അതിന്റെ താപനില ഉയർന്നു പോവില്ല, താപനില പതുക്കെ ഉയരത്തുള്ളൂ. പക്ഷെ മണലിനാണെങ്കിൽ പെട്ടെന്ന് മണൽ ചൂടാകും, അതിന് താപത്തെ പിടിച്ചു വെക്കാനുള്ള കഴിവ് കുറവാണ്. ഓക്കെ, ഇത് എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കടൽക്കാറ്റും കരക്കാറ്റും മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കാര്യം വേണം. അതിനാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, നമുക്ക് നേരെ കടൽക്കാറ്റ് കരക്കാറ്റിലോട്ട് പോവാലോ. എന്താണ് കടൽക്കാറ്റ്? കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. നമ്മൾ പകൽ സമയങ്ങളിൽ നമ്മൾ ബീച്ചിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടും അല്ലെ. അപ്പൊ കടലിൽ നിന്ന് തണുത്ത കാറ്റ് എന്ത് ചെയ്യും? കരയിലോട്ട് വീശും. അതിനെയാണ് നമ്മൾ കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇത് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം, നോക്കിക്കോണേ. ഇതിപ്പോ കരയാണ്. ഓക്കെ, ഇത് കരയാണ്, ഇത് കടലാണെന്ന് വിചാരിക്കാം. ഇത് കടലാണെന്ന് വിചാരിക്കാം. ഓക്കെ, കടലാണ്. പകൽ സമയത്ത് കരയ്ക്കും കടലിനും ഒരുപോലെയാണ് സൂര്യന്റെ ചൂട് കിട്ടുന്നത് അല്ലെ. പകൽ സമയത്ത് സൂര്യന്റെ ചൂട് ഒരുപോലെയാണ് കിട്ടുന്നത് ഇവർക്ക് രണ്ടാൾക്കും. ആരാണ് പെട്ടെന്ന് ചൂടാകുന്നത്? കരയാണ് പെട്ടെന്ന് ചൂടാകുന്നത്. കാരണം മണലല്ലേ. അതിനാണ് നമ്മൾ നേരത്തെ എക്സ്പെരിമെന്റ് ചെയ്തത്. മണൽ പെട്ടെന്ന് ചൂടാവും. ഈ മണൽ പെട്ടെന്ന് ചൂടാവുമ്പോൾ ഈ മണലിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന വായുവും പെട്ടെന്ന് ചൂടാവില്ലേ? ഈ വായു പെട്ടെന്ന് ചൂടായിട്ട് ഈ വായു വികസിച്ചിട്ട് എന്ത് ചെയ്യും? ഈ വായു മേലോട്ട് പോകും. വികസിച്ചിട്ട് ഈ വായു എന്ത് ചെയ്യും? മേലോട്ട് പോകും. ഓക്കെ, കടൽ അത്ര പെട്ടെന്ന് ചൂടാകുമോ? ഇല്ല, കടൽ അപ്പോഴും തണുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് ചൂടാവത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വായു കരയുടെ മേളിൽ നിന്ന് വായു മേലോട്ട് പോയി ഒരു ശൂന്യ സ്ഥലം പോലത്തെ കുറച്ചൊരു വേക്കന്റ് സ്പേസ് പോലെ ഉണ്ടായി അല്ലെ. മർദ്ദം അവിടെ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ കടലിന്റെ മേലെ നിന്നുള്ള തണുത്ത കാറ്റ് എന്ത് ചെയ്യും? ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കരയുടെ മേളിലോട്ട് എന്ത് ചെയ്യും? വീശും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കടൽ കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ കടലും കരയും വ്യത്യസ്ത അളവിലാണ് താപത്തെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇത് ഉണ്ടായത് അല്ലെ. ഇനി അത് ചൂട് പിടിച്ച് മേലോട്ട് പോയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കാറ്റിന് വീശാൻ വേണ്ടി പറ്റിയത്. അപ്പൊ അവിടെ സംവഹനം എന്ന് പറയുന്ന ഒരു താപപ്രേഷണവും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക. ഓക്കെ ആണല്ലോ, മനസ്സിലായി? ഇതിനെയാണ് നമ്മൾ കടൽക്കാറ്റ് എന്ന് പറയുക. ഇനി കരക്കാറ്റ് എന്താ നമുക്ക് നോക്കാം. അടുത്ത കരക്കാറ്റ് എന്താ നോക്കാം. നോക്കൂ, കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കും. ഈ കരയ്ക്ക് പെട്ടെന്ന് ചൂടാവാനും പറ്റും, പെട്ടെന്ന് തണുക്കാനും പറ്റും കേട്ടോ. പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷെ വെള്ളമാണെന്നുണ്ടെങ്കിൽ പതുക്കെ ചൂടാവത്തുള്ളൂ, പതുക്കെ തണുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഇവിടെ കരയാണ്, ഇവിടെ കടലാണ്. ഓക്കെ, കടലാണ്. രാത്രിയായി, കര പെട്ടെന്ന് തണുത്തു. ചൂട് നിന്നതും കര പെട്ടെന്ന് തണുത്തു. പക്ഷെ കടലാണെങ്കിലോ ഈ പകലുള്ള ഫുള്ള് ചൂടും താങ്ങി നിർത്തി ചൂടായിട്ട് നിൽക്കുകയാണ്. കടലിന്റെ മേലെയുള്ള വായു എന്ന് പറയുന്നത് രാത്രി കാലത്ത് ചൂടായിരിക്കും. കാരണം രാവിലത്തെ മൊത്തം ചൂടും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ വായു ചൂടായിരിക്കും. ഇവിടുത്തെ വായു എന്ത് ചെയ്യും? മേലോട്ട് പോകും. ഇവിടുത്തെ വായു മേലോട്ട് പോകും. അപ്പൊ ഇവിടെ കുറച്ച് ഒഴിഞ്ഞ സ്പേസ് വന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ കരയിൽ നിന്നുള്ള കാറ്റ് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് വീശാൻ വേണ്ടി തുടങ്ങും. കരയിൽ നിന്നുള്ള കാറ്റ് എന്ത് ചെയ്യും? അങ്ങോട്ട് കടലിലോട്ട് വീശാൻ വേണ്ടി തുടങ്ങും.
ഇങ്ങനെ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കരക്കാറ്റ്. ഓക്കെ, കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കരക്കാറ്റ്. അപ്പൊ കരക്കാറ്റ് ഉണ്ടാകുന്നത് രാത്രിയാണ്, കടൽക്കാറ്റ് ഉണ്ടാകുന്നത് രാവിലെ ആണ്, പകല് ആണ്. മനസ്സിലായോ? അപ്പോ അതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യം. കടൽക്കാറ്റും കരക്കാറ്റും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ, നിങ്ങളെ ടെക്സ്റ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിൽ വായിച്ചിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്, വേറൊന്നും ഇല്ല. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികൾ വേനൽക്കാലത്ത് അയയുന്നു. നമ്മൾ പഠിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? താപീയ വികാസം. ഒരു PVC പൈപ്പിന്റെ ഒരഗ്രം ചൂടാക്കി അതിനുള്ളിൽ അതേ വ്യാസമുള്ള മറ്റൊരു പൈപ്പിന്റെ അഗ്രം ഇറക്കി യോജിപ്പിക്കുന്നു. ഒരു PVC പൈപ്പ് എടുത്തു. ഓക്കെ, അതേ വലിപ്പമുള്ള മറ്റൊരു പൈപ്പ് എടുത്തിട്ട് അതിൽ ഒരെണ്ണത്തിനെ ചൂടാക്കിയാൽ നമുക്ക് മറ്റേതിന്റെ ഉള്ളിലേക്ക് പറ്റും. എന്തുകൊണ്ട്? താപീയ വികാസം കൊണ്ട് തന്നെയല്ലേ. ഒന്നിനെ ചൂടാക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് വികസിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് മറ്റേതിനെ കയറ്റി വെക്കാനായിട്ട് പറ്റും, യോജിപ്പിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പൊ താപീയ വികാസമാണ്. ഏത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് താപീയ വികാസമാണ്. വെയിലത്ത് വെച്ച് വീർപ്പിച്ച ബലൂൺ പൊട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും പറ്റുമല്ലോ. വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ താപനില കൂടുതലായിട്ട് അതിന് കിട്ടുകയാണ്, താപം കൂടുതലായിട്ട് കിട്ടുകയാണ്. അപ്പൊ അതിനകത്തിരിക്കുന്ന വായു ഉറപ്പായിട്ടും വികസിക്കും അല്ലെ. വായു വികസിച്ച് കഴിയുമ്പോൾ ബലൂൺ ടൈറ്റായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്, വായുവിന് വികസിച്ച് പോകാൻ സ്ഥലമില്ല. വായു വികസിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ക്ലിയർ ആയി? അപ്പം ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ 7ാം ക്ലാസ്സിലെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റിലെ താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ അടുത്ത് നമ്മൾ നേരെ പോകുന്നത് മനുഷ്യ ശരീരം ഒരു വിസ്മയം. നമ്മൾ ഓൾറെഡി ശരീരത്തിൽ ദഹനവും ശ്വസനവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രക്തപര്യനം, വിസർജനം, നാഡീ ഏകോപനം, ഈ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 7ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ, ഈ സീരീസ് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ എഴുതുക. അപ്പോൾ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക്